നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് തിരിച്ചടി. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാതെ കോടതി. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ഹർജിയിൽ ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാങ്ക് നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹർജിയിൽ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറി, ഒരാൾക്ക് പരിക്ക്. തൃശൂർ വാടനാപ്പള്ളി സംസ്ഥാന പാതയിൽ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ബസ്സിനടിയിൽ കുടുങ്ങിയ നിലയിലാണ്. കാറിൽ പെരുമ്പള്ളിശ്ശേരി സ്വദേശികളായ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ലോട്ടസ് തകരാറിൽ സംസ്ഥാനത്തെ ലോട്ടറി വിതരണം നിലച്ചു. സംസ്ഥാനത്തെ ലോട്ടറി വിതരണം ഭാഗികമായി നിലച്ചു. ഭാഗ്യക്കുറി വകുപ്പ് ഓഫീസുകളിലെ ഓൺലൈൻ സംവിധാനം തകരാറിലായതോടെയാണ് ലോട്ടറി വിതരണം നിലച്ചത്. കച്ചവടക്കാർക്കും ഏജന്റുമാർക്കും ഓഫീസുകളിൽ നിന്നും ലോട്ടറി ലഭിക്കാത്തത് ലോട്ടറി വിൽപ്പനക്കാരെ പ്രതികൂലമായി ബാധിച്ചു. ജില്ലാ ലോട്ടറി ഓഫീസിലെ ഓൺലൈൻ സംവിധാനമായ ലോട്ടസ് തകരാറിലായതാണ് ലോട്ടറി വകുപ്പിന് തിരിച്ചടിയായിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ഇന്നത്തെ ലോട്ടറി കച്ചവടം നിലച്ച മട്ടിലാണ്. ഓൺലൈൻ സംവിധാനത്തിന്റെ സർവറിലുണ്ടായ തകരാർ എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. PTA പ്രസിഡന്റിനും പ്രിൻസിപ്പലിനും മർദ്ദനമേറ്റു. പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. തടയാനെത്തിയ PTA പ്രസിഡന്റിനും പ്രിൻസിപ്പലിനും മർദ്ദനമേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിപ്പൽ പ്രിയയെ കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിലാണ് അക്രമമുണ്ടായത്. നേരത്തെ തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. ഇത് പറഞ്ഞു തീർക്കുന്നതിനായാണ് പ്രിൻസിപ്പലിന്റെയും PTA പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികളെ ഇന്ന് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ഇതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. കുട്ടികൾ തമ്മിൽ കസേരയുമായി പരസ്പരം ആക്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച പ്രിൻസിപ്പലിന്റെ മൂക്കിനും തലയ്ക്കും പരിക്കേൽക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച PTA പ്രസിഡന്റ് രാഘവലിനെയും വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. വിവരമറിഞ്ഞ് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി. കൊല്ലത്ത് അധ്യാപികയായ യുവതി കുളത്തിൽ ചാടി ജീവനൊടുക്കി. കൊല്ലം കടക്കലിൽ ഇന്ന് രാവിലെയാണ് സംഭവം. കൊല്ലം കടക്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയായ ശ്രീജിയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുളത്തിൽ ചാടിയ യുവതിയെ പുറത്തെടുക്കുമ്പോഴേക്കും ജീവന് നഷ്ടമായിരുന്നു. ഫയർഫോഴ്സാണ് കുളത്തിൽ നിന്നും യുവതിയെ പുറത്തെത്തിച്ചത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.